അസ്സലാമലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മുടെ വലിയ പെരുന്നാളാണ്, ബലി പെരുന്നാളാണ്. അപ്പോൾ കുറച്ച് ദിവസമായി നമ്മളെ ചാനലിൽ വ്ളോഗൊക്കെ ഇട്ടിട്ട് ഇന്ന് നമ്മളെ പെരുന്നാളിൻ്റെ ഒരു വൈബ് വ്ളോഗാണ്. നമ്മൾ പള്ളിയിൽ പോവാണ്, പള്ളിയിൽ പോകുന്നതും അതുപോലെ വന്നിട്ട് ഫുഡ് കഴിക്കുന്നതും പിന്നെ കുറച്ച് സർപ്രൈസ് സംഭവങ്ങളൊക്കെ ഉണ്ട് അല്ലേ. എന്താണ് ഒരു ഉഷാറിൽ ഉറക്കത്തിൽ നിന്ന് എണീച്ചിട്ടില്ലല്ലോ? രാത്രിയൊക്കെ ഉറക്കത്തിൽ നിന്ന് എണീച്ചു വന്നിട്ടുള്ളൂ. പള്ളിയിൽ പോകണ ഉഷാറ് നിൽക്കുക. എല്ലാവരും ഉഷാറില്ല? റെഡിയല്ലേ? ഒരു ഓറി ഒച്ചറിയോ? അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. ഇവര് നടന്നിട്ട് പോകാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്നതാണ്. പക്ഷേ ഈ ഹൈവേ മുറിച്ച് കിടക്കണം, ഭയങ്കര ഡേഞ്ചർ. അപ്പം ഞാൻ പറഞ്ഞു സാധാരണ അങ്ങനെയാണ് പള്ളി പോണത്. വേറെ പള്ളി പണി നടക്കുന്നുണ്ട് നമുക്ക് കിഴക്കേ ഭാഗത്ത്, റോഡിൻ്റെ കിഴക്കേ ഭാഗത്ത്. അപ്പോൾ നമ്മൾ കാറിൽ പോകാൻ തന്നെ, എല്ലാവരും കൂടി കാറിൽ പോവാം, അതാണ് സേഫ്റ്റി. ഭയങ്കര പേടിയാണ് മക്കൾ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ ഹൈവേ. നാളിന് എല്ലാവരും ഷർട്ടാണ്, അമിലും ആണെങ്കിലും തൊല്ലത്താണെങ്കിലും എല്ലാവരും കയറിയിരിക്കും, ഉള്ള സ്ഥലത്ത് കയറിയിരിക്കും. എന്താ ഇത്ര സ്പേസ്, ഈ സൈഡിലേക്ക് സ്പേസ് കയറിയിരിക്കും. വാ അല്ലായിരുന്നില്ലേ? നമുക്ക് അപ്പൊ പള്ളി പോവാ, തെക്ക് പേര് കഴിഞ്ഞിട്ട് പോയാലാ? നമുക്ക് അങ്ങനെ കറങ്ങി വരണം. പള്ളി പോവാൻ വേണ്ടിട്ട് റസലും സഹലും വരുന്നുണ്ട്, അവരൊന്ന് കാണിക്കണം. ഇവിടെ ഒന്ന് സൈഡാക്കണം. റസലേ സഹലേ ഇത് വേറെ ഇവിടെ വാടാ, ഇവിടെ വാടാ, ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാടാ. എവിടെ അന്റെ കഷ്ണം എവിടാ? നീ സോമേട്ടാ അറുമേട്ടാ ഇത് വേറെ. ഓക്കെ, അടുത്ത സോമേട്ടനെ ഇടിക്കാൻ പോവാൻ മതി. സോമേട്ടാ ഇത് ഞാൻ പറഞ്ഞു കേട്ടില്ലേ? ഇല്ല, നമ്മളിങ്ങനെ പടിഞ്ഞാറ് ആ പള്ളി പുതിയത്തിലാണ് നമ്മുടെ ജുമാ മസ്ജിദ്. നമ്മുടെ നാട്ടിലെ എല്ലാവർക്കും അറിയാം, പാലപ്പെട്ടിയിലുണ്ട്. പക്ഷെ നമ്മള് പുതിയത്തിലാണ് ആദ്യം പള്ളി പോണത്. പിന്നെ പടിഞ്ഞാറ് പുതിയത്തി, പാലപ്പെട്ടി, കടപ്പുറം പള്ളിക്കൊക്കെ പോകും. വല്യപ്പാട ഖബർസ്ഥാൻ അവിടെയാണ്. ഹൈവേന്റെ പേരിലാണ്, ഹൈവേ റോഡ് വന്നതിന്റെ പേരിലാണ് നമുക്ക് ഇങ്ങനെ തിരിഞ്ഞ് പോകേണ്ടി വരുന്നത്. നമ്മള് പള്ളി എത്താനായി. വണ്ടി നമുക്ക് ഇവിടെ എവിടെയും പാർക്ക് ചെയ്തിട്ടാണ് നടക്കട്ടാ. ഇവിടെ എവിടെയും പാർക്ക് ചെയ്യാം. കാരണം ഇവിടെ പുതിയ പെട്രോൾ പമ്പ് വരുന്നുണ്ട് മച്ചന്മാർക്കാടെ. ഇവിടെ പാർക്ക് ചെയ്ത് നടക്കാം. മഴ ഇല്ലാണ്ടിരുന്നാ ചെറുണ്ട്. ഞാൻ എല്ലാവരും റോഡ് വണ്ടി വെക്കി നടക്കും. ഇത് നമസ്കാരം കഴിഞ്ഞ് ഞങ്ങള് ഇവിടെ ഖബർസ്ഥാനിൽ പോയി, കഴിഞ്ഞ് വല്യപ്പാട ഖബർസ്ഥാനിൽ പോവാണ്. ഇക്ബാൽക്കാട് മോനെ അസ്സലാമലൈക്കും. പോവാ ഖബർസ്ഥാനിൽ പോവാ, നമ്മള് വല്യപ്പാട ഖബർസ്ഥാനിലേക്ക് പോവാണ് ഇവിടെ. അപ്പൊ ഞങ്ങള് പള്ളിയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് വന്നതാ ചാടിക്കായിരുന്നു. നല്ല വിശപ്പായിരുന്നു, കാരണം ഞങ്ങൾ ഖബർസ്ഥാനിലൊക്കെ പോയെന്ന് ഇപ്പൊ എത്തിയുള്ളൂ. നല്ല അടിപൊളി പത്തിരിയും അതേപോലെ തന്നെ എന്താണ് കറി പറഞ്ഞോട്? ബീഫ് കറി, അടിപൊളി ബീഫ് വരട്ടി കറി ഉണ്ട്. അപ്പൊ ഞങ്ങള് കഴിക്കാൻ പോവാണ്. ഇത് ഉറക്കണ പറ. നല്ല സൂപ്പർ ബീഫ് വരട്ടിയത് ഇങ്ങനെ കഴിക്കുമ്പോ ഇനിയിപ്പോ 2-3 ദിവസമായിട്ട് എല്ലാ വീട്ടിലും ബീഫ് ആയിരിക്കും അല്ലെ. പോത്തിനടുത്ത് ഇഷ്ടം പോലെ ബീഫ് കിട്ടും. എന്റെ ഉമ്മ ചായ കുടിക്കാണ്. പ്രിയമുള്ളവരെ പെരുന്നാളിന് ഡ്രസ്സ് കാണിച്ചിട്ടില്ല ഈശാൻ മോന്റെ. പിന്നെ ഒരാളെ ഫോട്ടോ എടുക്കാൻ വന്നപ്പോ ഭയങ്കര വെയിറ്റ് ഇരുന്നതാ. ഇപ്പൊ ആള് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എവിടേക്കാണ് പെരുന്നാളായിട്ട്? ഷോപ്പിംഗ് മാളിക്ക് വെള്ളത്തി കളിക്കാനാ? എന്റെ മോളെ എവിടെ പോണ്? എന്റെ തുന്തരി മോളെ എവിടെ പോണ്? പറയ്. മുരിങ്ങടലെ പിടിച്ച് വലിക്കുന്ന ഡ്രസ്സ് ഇടുന്നോടെ ഈശാന് മോനെ. നിശാന് ഭയങ്കര വെൽ ഡ്രസ്സിങ്ങിലാണ്. അടിപൊളിയായിട്ട് വന്നിരിക്കുന്നുണ്ട്. ഡ്രസ്സൊക്കെ മാറിയിട്ട് ഷംലബാബ മൊബൈലിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കണ്. ഇവിടെ മുരിങ്ങടലെ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്ന പെരുന്നാളിന്. ഇത് അവിടെ സൈക്കിൾ ഔട്ടിന്
സ്റ്റൈലായിട്ട് വന്നിട്ടുണ്ട്. അത്ര വീഡിയോയിൽ വന്നിട്ടില്ല. ആള് ഉറങ്ങിയിരുന്നു നേരത്തെ. അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരാളിത് എവിടെ വന്നിക്കണ ഈ താപ്പിൽ 2 ഫോട്ടോ എടുത്താല. നല്ല നാടൻ പേരക്ക. ഞാൻ ഇന്നലെയും കൂടി വീഡിയോ കണ്ടിട്ടുള്ളൂ. ഫ്രൂട്ട്സിൽ ഏറ്റവും ടോപ്പ് ഫ്രൂട്ട്സ് ആണ്. കാരണം ഷുഗർ ഉള്ളവർക്ക് വരെ കഴിക്കാൻ പറ്റാവുന്ന ഫ്രൂട്ട്സ്, പിന്നെ മരുന്നും കാര്യങ്ങളും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന ഫ്രൂട്ട്സ്. എന്താ വെച്ചാൽ മറ്റുള്ള പല ഫ്രൂട്ട്സിലും ഇതുപോലത്തെ വൈറ്റമിൻസുകളുണ്ട്. പക്ഷെ അതൊക്കെ വാങ്ങണമെങ്കിൽ നല്ല പൈസ കൊടുക്കണം, നല്ല ഓവർ പൈസ വേണം. പക്ഷെ ഇത് നമ്മുടെ വീട്ടിലുണ്ടാവണതാണ്. പക്ഷെ ഇതിൽ ഒരുപാട് വൈറ്റമിൻ സി, അതേപോലെ തന്നെ ഫൈബർ, അങ്ങനെ ഒരുപാട് കണ്ടന്റുകൾ അടങ്ങിയിട്ടുണ്ട്. എല്ലാവരും പേരൊക്കെ നന്നായി കഴിക്കുക. സംഭവമാണ്, പെരുന്നാളിന് നമ്മളൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട്. ഉമ്മദ, ബാബിദ എല്ലാവരും ഉണ്ട്. ഉമ്മാക്ക് സർപ്രൈസ്. ഉമ്മാക്ക് സർപ്രൈസ്. ഇങ്ങോട്ട് വാതിൽ നിന്നിട്ട് വാ, ഇങ്ങോട്ട് വായോ, ഇപ്പഴത്തേക്ക് വാ. ഉമ്മ എപ്പോഴും പറയും ഉമ്മാക്ക് സർപ്രൈസ് ഒന്നും ഇല്ലാന്ന്. അപ്പൊ ഉമ്മാക്കൊരു സർപ്രൈസ് ആണ്. എന്തെങ്കിലും ഇങ്ങോട്ട് കിടക്കി, ഇങ്ങോട്ട് കിടക്ക്. എന്താന്ന് വന്ന് നോക്ക്, വന്നാലല്ലേ അറിയാൻ പറ്റുള്ളൂ. ആ ഒരാൾ കൈ അടിക്കണൂടെ, പാവി ഇങ്ങോട്ട് കയറിക്ക്. തമാശക്കൊന്നല്ല അതൊക്കെ. ആ എന്തൊക്കെ നോക്ക്, ആ എന്തൊക്കെ നോക്ക്. അപ്പായ അവിടേക്ക് ഷാള് മാർക്കറ്റ് ഇഷ്ടപ്പെട്ട മുട്ടായി അപ്പൊ എല്ലാം കൂടിയിട്ടുള്ള സർപ്രൈസ് ഇവിടെ എല്ലാവരും കൂടി തന്നിരിക്കുകയാണ്. എല്ലാവരും കൂടിയിട്ട് ഞാനും. അപ്പൊ അവിടെ സ്റ്റിക്കേഴ്സ് ഒരാൾ കരയുന്നുണ്ട്. അപ്പൊ ഉമ്മാക്ക് സർപ്രൈസ് ആയി, സന്തോഷായില്ലേ? സന്തോഷായില്ലേ? അപ്പൊ ഈ പെരുന്നാളിൽ തന്നെ ഒരു സർപ്രൈസ് കൊടുത്തതിൽ വളരെ സന്തോഷം. അപ്പൊ ഈദ് മുബാറക് ഓൾ, എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ.